നമ്മുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണ് തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിന് താഴെയായുള്ള ഈ ബീച്ച്. ഇവിടെ എത്തുന്ന ആരെയും ഈ കടലങ്ങ് മാടി വിളിക്കും. ആർക്കുമൊന്ന് ഇറങ്ങാനും കുളിക്കാനും ആസ്വദിക്കാനും ഒക്കെ തോന്നും. ചേട്ടാ, ഈ കടൽ കണ്ടാലേ ആർക്കാണെങ്കിലും ഇറങ്ങാനും കുളിക്കാനും ഒക്കെ തോന്നും. പക്ഷേ ഇതിന് പിന്നിൽ, ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ വലിയ അപകടവും കൂടെ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ? ഇതിങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ മരിക്കുന്നുണ്ട്. ആ പാറക്കൂട്ടമുണ്ട്. ആ പാറക്കൂട്ടത്ത് പോയി നിന്ന് ഈ വരുന്നവർക്കറിയില്ല അവിടുത്തെ അപകടം പതുങ്ങിയിരിക്കുന്നത്. അവിടെ വന്നവർക്ക് ഇപ്പം ഈ ഫോൺ വന്നതിന് സെൽഫി എടുക്കണം എന്നുള്ളതാണ്. ആ പാറക്കെട്ട് മൊത്തം വഴുക്കലാണ്, മറ്റേ ചെറുക്കലൊക്കെ ആയിട്ട് കിടപ്പുണ്ട്, പായൽ പിടിച്ചൊക്കെ. അപ്പോൾ അത് അവർക്കറിയില്ല. അവർ ആ ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു രീതിയിൽ വന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. പെട്ടെന്ന് ശാന്തമായിട്ട് കിടക്കും. പെട്ടെന്നുണ്ടാകുന്ന തിര വന്ന് അടിച്ചിടുമ്പോൾ കരയിൽ വന്ന് വീഴും. കഴിഞ്ഞ വർഷം മറ്റോ ഒരു ടീച്ചറും ഒരു കുട്ടിയും പോയത് അങ്ങനെയാണ്. അത് അവര് നടന്നു വരുമ്പോൾ ശാന്തമായി കിടക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്തോ തരുമെന്ന്. അപ്പോൾ നമുക്ക് ലൈഫ് ഗാർഡുകൾക്ക് അത് അറിയാവുന്നതുകൊണ്ട് ലൈഫ് ഗാർഡുകൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞ് വില. ചേട്ടാ, ഈ കടൽ സാധാരണ നിലയിലേ കടപ്പുറം ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് എല്ലാ സമയത്തും. പക്ഷേ ഇപ്പൊ ഒരുപാട് തീരമുണ്ട്, എല്ലാ സമയത്തും ഒന്നും ഉണ്ടാവില്ലല്ലേ? ഇല്ലല്ലോ, ഉണ്ടാകത്തില്ല. മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെയും ഇവിടെ കടൽ കയറി കിടക്കും, ബീച്ച് കാണില്ല. അപ്പോൾ ഇപ്പോഴും നല്ല ബീച്ച് കയറിയുണ്ട്. ആ സമയത്തൊക്കെ ഇവിടെ ആരും ഇറക്കില്ല, എല്ലാം ക്ലോസ് ആയിരിക്കും. പക്ഷെ കണ്ണ് വെട്ടിച്ച് അതുവഴി ആർക്കും എല്ലാ ജാഗ്രത കേട്ടിട്ടുണ്ട്. ഈ പാറക്കൂട്ടങ്ങളാണ് പ്രശ്നം എന്ന് പറയാൻ കാരണം ഈ പാറയുടെ അടിവശത്തോട്ട് വലിച്ചുകൊണ്ട് പോയി ചർക്കലൊക്കെ ഉള്ളതിന്റെ പേരിൽ അവർ ഫോട്ടോ എടുക്കാനെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കുമ്പോൾ അവർക്ക് ഗ്രിപ്പ് കിട്ടില്ല. ഇവിടെ ഇപ്പം മൊത്തം എത്ര മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഏകദേശം ഒരു 10-20 കൂടുതൽ മരണം ഉണ്ടല്ലേ സമീപകാലത്ത്. ഈ കടലിങ്ങനെ ആർത്തുല്ലസിക്കുമ്പോൾ ആഘോഷിക്കാൻ ആർക്കും തോന്നും, സ്വാഭാവികമാണ്. പക്ഷേ നിയന്ത്രണം ഉണ്ടാവണം, നിർദ്ദേശങ്ങൾ പാലിക്കണം, ജാഗ്രതയുണ്ടാവണം. അല്ലെങ്കിൽ ആഘോഷം കണ്ണീരിന് വഴിമാറും. രതീഷിനൊപ്പം അമൽ തേനപ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.